പ്രണവം നിറഞ്ഞു. പ്രണവം നിറഞ്ഞു പ്രസൂനം വിടർന്നു, കതിരോന്റെ കിരണങ്ങൾ ജപമാല തീർത്തു. പ്രണവം നിറഞ്ഞു പ്രസൂനം വിടർന്നു, കതിരോന്റെ കിരണങ്ങൾ ജപമാല തീർത്തു. പ്രത്യക്ഷകാലം ചിരിത്തോകെ വന്നു, സ്നേഹത്തിൻ ഭാഗീരഥിയായി മംഗളദേശം. പാടിപ്പതിഞ്ഞൊരു പാട്ടിന്റെ ശീലിൽ വടക്കേ മലയാള പുണ്യഭൂമിൽ കടാങ്കൊട്ടു നമ്പ്യാർ തറവാട്ടിനുള്ളിൽ പൊന്മകളായി നേർപ്പങ്ങൾ മാക്കം. കടാങ്കൊട്ടു നമ്പ്യാർ തറവാട്ടിനുള്ളിൽ പൊന്മകളായി നേർപ്പങ്ങൾ മാക്കം, പൊന്മകളായി നേർപ്പങ്ങൾ മാക്കം. കോലത്തിരി തമ്പുരാന്റെ പടനായകരായിരുന്നു കുഞ്ഞിമംഗലത്തെ കടാങ്കോട്ട് നമ്പ്യാന്മാർ. തറവാട്ടിലെ സകല സൗഭാഗ്യങ്ങളോടും കൂടെ ജീവിച്ച തരുണീമണിയായിരുന്നു ഉണിച്ചെറിയ. ഉണിച്ചെറിയയ്ക്ക് 12 ആൺമക്കൾ, ഒരു പെൺകുഞ്ഞിനു വേണ്ടി നേർച്ചകൾ നേർന്നു പല വിധത്തിൽ, ഉരുടി കമഴ്ത്തി പലതരത്തിൽ. വാരങ്ങൾ മാസങ്ങളെ പാണിഗ്രഹണം ചെയ്തു, കാന്തനോടൊപ്പം കഴിഞ്ഞവൾ മാക്കം. ചാത്തൂനേം ചീരൂനേം പെറ്റുവളർത്തി. നാൽപ്പത്തിയൊന്നു നാൾ അന്നു കഴിഞ്ഞു, ബലിതർപ്പണങ്ങളും അന്നു കഴിഞ്ഞു. അമ്മതൻ പാവന സ്മരണയുമായി തറവാട്ടിനുള്ളിലായി നേർപ്പങ്ങൾ മാക്കം. നാത്തൂൻ പടപ്പോരിൽ ദുഃഖിതയായി, കാന്തനോടൊത്തവൾ പോകാനൊരുങ്ങി. നാനാടിൽ മാളിക വീട്ടിൽ തിണ്ടാതിപ്പെണ്ണായി കിടന്നു മാക്കം. ഈച്ചുപുരയിലെ പുല്ലുപായയിൽ പാതിമയങ്ങിയ നന്ദത്തിന്നയുമായി വന്നു വാണിനെമ്മൻ. ഉമ്മറപ്പടിയിലോ മാളിക മുറ്റത്ത് കണ്ടതില്ലാരെയും കണ്ടതില്ല. ഉമ്മറപ്പടിയിലോ മാളിക മുറ്റത്ത് കണ്ടതില്ലാരെയും കണ്ടതില്ല. വാണിനെ കണ്ടപ്പോൾ മാക്കം ഒഴിഞ്ഞു, കോലായത്തിന്നയിൽ വച്ചുകൊള്ളൂ, കോലായത്തിന്നയിൽ വച്ചുകൊള്ളൂ. കാത്തുകഴിഞ്ഞൊരാ നാത്തൂന്മാരവർ ചോദ്യശരങ്ങൾ തൻ കെട്ടഴിച്ചു. കാത്തുകഴിഞ്ഞൊരാ നാത്തൂന്മാരവർ ചോദ്യശരങ്ങൾ തൻ കെട്ടഴിച്ചു. പാതകി ദുഷ്ടേ ചുടലയക്ഷി, മാനമില്ലാത്ത നീ നേർപ്പെങ്ങളോ. കൊള്ളാത്തവനാണോ നിൻ കുട്ടിനമ്പർ, അതിനാണോ വാണ്യനെ പ്രാപിച്ചത്. തൊട്ടുകൂടാത്തോരതകൃതനാം വാണ്യനകത്തു നീ കേറ്റിയില്ലേ. തറവാട്ടിൻ മാനം തകർത്തുവല്ലോ, ആങ്ങിളമാർക്കു നീ ഭാരമല്ലേ. യുദ്ധത്തിൽ ജയിച്ചു വന്ന ആങ്ങളമാർ മാക്കം പിഴച്ചുപോയെന്ന കഥ കേട്ട് കോപാകുലരായി. അവർ മാക്കത്തെ കൊല്ലാൻ തീരുമാനിക്കുന്നു. തലശ്ശേരിക്കടുത്തൊരു കാവിലെ വിളക്കുത്സവം കാണിക്കാനെന്ന വ്യാജേന മാക്കത്തെയും മക്കളെയും ആങ്ങളമാർ തറവാട്ടു വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോകുന്നു. ആങ്ങളമാരുടെ ഉദ്ദേശം മനസ്സിലായെങ്കിലും മാക്കം അവരുടെ ആജ്ഞയനുസരിച്ച് അവരോടൊപ്പം ഇറങ്ങിത്തിരിച്ചു. യാത്ര ഏറെ ദൂരം പിന്നിട്ടു. ചാലയ്ക്കടുത്തെത്തിയപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കലശലായ ദാഹമുണ്ടായി. ചാല പുതിയ വീട്ടിലെ വലിയമ്മ മാക്കത്തിനും മക്കൾക്കും ദാഹം തീർക്കാൻ ഒരു മൊന്ത നിറയെ പാൽ കൊടുത്തു. സന്തുഷ്ടയായ മാക്കം വലിയമ്മയ്ക്ക് തൻ്റെ ആഭരണങ്ങൾ അഴിച്ചു കൊടുത്തു. അവർ വീണ്ടും ഏറെ ദൂരം നടന്നു. പകൽ സമയത്തും പൂർണ്ണചന്ദ്രനെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞ് ആങ്ങളമാർ
മാക്കത്തെ ഒരു പൊട്ടക്കിണറ്റിന് സമീപം എത്തിച്ചു. മൂത്താങ്ങള മാക്കത്തിനോട് പറഞ്ഞു, ഈ നട്ടുച്ചയ്ക്ക് ആകാശത്ത് പൂർണ്ണചന്ദ്രനെ കണ്ടോ മാക്കേ? എന്താ ഒരു അതിശയം! നിഷ്കളങ്കയായ മാക്കം ആകാശത്തേക്ക് നോക്കിയ ആ നിമിഷം ആങ്ങളമാർ അവളുടെ തലയറുത്ത് കിണറ്റിൽ തള്ളി. കണ്ടുനിന്ന കുഞ്ഞുമക്കളായ ചാത്തൂനെയും ചേരൂനെയും കിണറ്റിൽ എറിഞ്ഞു കൊന്നു. ശക്തിസ്വരൂപിണിയായ മാക്കം അന്നു തന്നെ പുനരവതരിച്ചു. വേദനിപ്പിക്കുന്ന ഓർമ്മയുടെയും അടങ്ങാത്ത ക്രോധത്തിന്റെയും ദീപന്തങ്ങളുമായി മാക്കവും മക്കളും പുനർജനിച്ചു. തന്നോട് ചെയ്ത ചതിയുടെ പ്രതികാരമായി മാക്കം കടാങ്കോട്ട് തറവാടിനെ തീയിൽ ചുട്ടു. ആങ്ങളമാർ പരസ്പരം വെട്ടിമരിച്ചു. നാത്തൂന്മാർ ഭ്രാന്തു പിടിച്ച് തലതല്ലിച്ചത്തു. കടാങ്കോട്ട് മാക്കം മാക്കപ്പോതിയായി. പൊലിക പൊലിക പൊലികന്റെ ദേവ്യേ, പൊലിക പൊലിക പൊലികന്റെ ദേവ്യേ, ഒരു പൊലിക ഉലകം പൊലിക, നീരോട് നിലം പുഞ്ച ഭൂമി പൊലിക, കന്നോടു കാലി പൈതങ്ങൾ പൊലിക, കുഞ്ഞാങ്ങളെ നല്ല ദേശം